Hi everybody, welcome to Edu-Bits. സ്കൂളിലെ പരീക്ഷകളൊക്കെ ആയത് കാരണം നമ്മുടെ ക്ലാസ്സിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു, ക്ഷമിക്കുക. നമ്മൾ ഇംഗ്ലീഷിലെ ടെൻസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഇത് മൂന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പ്രോഗ്രസീവ് ടെൻസ് എന്നും വിളിക്കാറുണ്ട്. ആദ്യം നമുക്ക് കണ്ടിന്യൂസ് ടെൻസിലെ വേർബിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. വേർബുകളെ കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് എന്ന് പറയുന്നത് ബി പ്ലസ് ing ഫോം ഓഫ് ദ വേർബ്. എങ്ങനെയായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ ഈസ്, ആം, ആർ, വാസ് ആൻഡ് വർ. ഇതിന്റെ കൂടെ, ഈ ഹെൽപ്പിംഗ് വേർബിന്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസിൽ വേർബിന്റെ ing രൂപമായിരിക്കും, അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപമായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്സിലറി വേർബ് പ്രസന്റ് ടെൻസിൽ ബിയുടെ പ്രസന്റ് ടെൻസ് ഫോമുകൾ ഉപയോഗിക്കും. ഏതൊക്കെയാണ് പ്രസന്റ് ടെൻസ്? ഈസ്, ആം, ആർ. അപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുക ഈ മൂന്നിന്റെയും കൂടെ ing ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ റൺ എന്ന വേർബ് എടുക്കുമ്പോൾ റണ്ണിങ് ing ഫോം. സോ ഈസ് റണ്ണിങ്, ആം റണ്ണിങ്, ആർ റണ്ണിങ്. ഇങ്ങനെയാണ് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ വാസ് റണ്ണിങ് ആൻഡ് വർ റണ്ണിങ്. ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം വിൽ ഓർ ഷാൽ എന്ന ഓക്സിലറി വേർബ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കും. അതിന്റെ കൂടെ ബി എന്ന വേർബിന് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ വിൽ ബി റണ്ണിങ്. ഇങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസിലെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലെ വേർബിന്റെ രൂപം. ഓക്കെ, സോ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. നമ്മൾ പറഞ്ഞ വേർബിനെ വെച്ച് എക്സാമ്പിൾ സെന്റൻസ് ഷീ ഈസ് റണ്ണിങ് അല്ലെ? അതിനർത്ഥം എന്താണ്? അവള് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന സമയത്ത്, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാറുള്ളത്. നമ്മള് സ്പീക്കർ പറയുന്ന അതേ ടൈമിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരാളെ ഓടുന്നത് ഞാൻ കാണുമ്പോൾ ലുക്ക് ഷീ ഈസ് റണ്ണിങ്, അതേ നോക്ക് അവള് ഓടുന്നു. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് പലപ്പോഴും പറ്റാറുള്ള ഒരു മിസ്റ്റേക്ക്, നമ്മൾ എല്ലാ വേർബുകളും ഈ ഒരു ശൈലിയിൽ ഈസ് ഗോയിങ്, കമ്മിങ്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ടെൻസിൽ പറയാനൊരു ടെൻഡൻസി നമ്മളുടെ ഒരു ലാംഗ്വേജ് യൂസിങ് ശൈലിയിലുണ്ട്. ദാറ്റ്സ് നോട്ട് ആക്ച്വലി കറക്റ്റ്. കണ്ടിന്യൂസ് ടെൻസ് സാധാരണ ഉപയോഗിക്കുന്നത് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, കുറച്ച് സമയം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെഗുലർലി സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അവിടെ ഒരിക്കലും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കൂല. ഫോർ എക്സാമ്പിൾ, ഞാനെന്നും സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്നു. എങ്ങനെയാ പറയാ? പലപ്പോഴും നമ്മൾ പറയാൻ ശ്രമിക്കാറ് ഐ ആം ഗോയിങ് ടു സ്കൂൾ ബൈ ബസ് എന്നാണ്, അല്ലെ? എവറി ഡേ ബൈ ബസ് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കാറ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് യൂസേജ്. അവിടെ സ്ഥിരമായി ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലല്ലോ, എൻ്റെ ഒരു ഹാബിറ്റ് ആണ്, ഞാൻ സ്ഥിരമായി റെഗുലർലി ചെയ്യുന്ന കാര്യമാണ്. ആ കാര്യം പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഗോ ടു കോളേജ് എവറി ഡേ ബൈ ബസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ തുടർച്ചയാണ് കണ്ടിന്യൂസ് ടെൻസ് കാണിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പലപ്പോഴും പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇറ്റ് ഈസ് എക്സ്പ്രസിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ആൻ ആക്ഷൻ. ദെൻ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച ഫ്യൂച്ചർ ഇവന്റ്സ് പറയാനും നമ്മൾ ചില കേസിൽ
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി മാം ഇതിലെ വേർബിന്റെ ഫോംസ് മാറിപ്പോകരുത്. സോ ഷീ ഈസ് റണ്ണിങ്, then he is running, they are running, we are running, am running. ഓക്കെ, ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ സബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. വേർബുകൾ എങ്ങനെ വരും? ഷീ വാസ് റണ്ണിങ്, ദെൻ ഹി വാസ് റണ്ണിങ് അല്ലെ? ഇറ്റ് ഈസ് ദ വേർബ് ഫോം. പിയുടെ പാസ്റ്റ് ഫോംസ് ആയിട്ടുള്ള വാസും അതുപോലെ വേറും യൂസ് ചെയ്യും. ഓക്സിലറി ആയിക്കൊണ്ട് കൂടെ നമ്മൾ ING ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യും. ദെൻ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും രണ്ട് പാസ്റ്റ് ആക്ഷൻസ്, അതായത് കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നടക്കുന്ന സമയത്ത് മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയൂലേ. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഞാൻ എക്സാമ്പിൾ, when I reached home my mother was preparing biryani. ഓക്കെ, ഞാൻ വീട്ടിലെത്തിയ സമയത്ത് അല്ലെ, രണ്ട് കാര്യങ്ങൾ. റീച്ച്ഡ് ഹോം എന്നുള്ളത് ഒരു വേർബ് കൊണ്ട് റീച്ച്ഡ് സിമ്പിൾ പാസ്റ്റ് അവിടെ യൂസ് ചെയ്തു അല്ലെ. ദെൻ വാസ് പ്രിപ്പയറിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തു. അപ്പോ ഈ രണ്ട് കാര്യങ്ങളില് ഏതാണ് ആദ്യം കഴിഞ്ഞത്? ഞാൻ വീട്ടിലെത്തി എന്ന കാര്യമാണ് അല്ലെ. ആ സമയത്ത് അതേ സമയത്ത് അവിടെ മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ബിരിയാണി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അല്ലെ. സോ ആ കണ്ടിന്യൂസ് ആയി നടക്കുന്ന കാര്യം നമ്മള് പാസ്റ്റ് കണ്ടിന്യൂസിലും ആ കംപ്ലീറ്റ് ആയ ആക്ഷനെ നമ്മള് സിമ്പിൾ പാസ്റ്റിലും എക്സ്പ്രസ് ചെയ്യും. Okay, that is why this sentence, when I reached home my mother was preparing biryani. Okay, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതേ രീതിയിൽ പറഞ്ഞു നോക്കാം. ഓക്കെ, പാസ്റ്റിൽ കുറച്ച് സമയം കണ്ടിന്യൂസ് ആയി നടന്നിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെന്റൻസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കൂ, ഈ സെന്റൻസ് എങ്ങനെ വരും? ഹി വാസ് റണ്ണിങ്, ഷീ വാസ് റണ്ണിങ്, ദേ വർ റണ്ണിങ്, വി വർ റണ്ണിങ്, യു വർ റണ്ണിങ്, ദെൻ ഐ വാസ് റണ്ണിങ്. ഓക്കെ, ഈ ഏതിന്റെ കൂടെയാണ് വാസ്, ഏതിന്റെ കൂടെയാണ് വർ എന്നുള്ളത് സംശയമുള്ളവര് ബിയുടെ യൂസേജിനെ കുറിച്ച് അല്ലെങ്കിൽ ബിയുടെ ഫോംസിനെ കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണുക ആദ്യം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. നമ്മൾ പറഞ്ഞു വെർബ് വരുന്നത് എങ്ങനെയാണ്? ഷീ വിൽ ബി റണ്ണിങ് അല്ലെ. അപ്പൊ അത് ഫ്യൂച്ചർ ആണ്, അതേസമയം എന്താണ്? കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് തുടർച്ചയായി നടക്കുന്ന കാര്യമാണ്. ഭാവിയില് അല്ലെ, ഇനി വരാനിരിക്കുന്ന ടൈമില് കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. വിൽ അല്ലെങ്കിൽ ഷാൽ എന്ന ഫ്യൂച്ചർ ടെൻസിലെ ഓക്സിലറി വേർബിനെ നമ്മൾ യൂസ് ചെയ്യും, മോഡൽ ഓക്സിലറിയെ. അതിന്റെ കൂടെ ബി എന്നുള്ളതിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. വിൽ ബി, ഷാൽ ബി, ഓക്കെ എന്ന രീതിയിലായിരിക്കും വരുന്നത്. സോ ഇതെങ്ങനെ വരും? ഷീ വിൽ ബി റണ്ണിങ്, ഹി വിൽ ബി റണ്ണിങ്, they will be running, you will be running, I will be running. Okay, you may use shall also. ഈ രീതിയിലാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസ് എഴുതുന്നത്. ഷീ വിൽ ബി റണ്ണിങ്, അവൾ ഓടുകയായിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിലെ കുറച്ച് സമയം തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യത്തെ കാണിക്കാൻ, കണ്ടിന്യൂറ്റി കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഓരോന്നും ഏത് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. വേർബിന്റെ ഫോം കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. ഏതാണ്? ബി എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ആണ്. പ്രസന്റ് ടെൻസിൽ ഈസ്, ആം, ആർ
എന്നുള്ളതും പാസ്റ്റ് ടെൻസിൽ വാസ് ആൻഡ് were എന്നുള്ളതും ഫ്യൂച്ചറിൽ ബി എന്നുള്ളത് അങ്ങനെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.